മന്ത്രി കെ ഗണേഷ് കുമാറിന്റെ ഭാര്യ ബിന്ദു മേനോൻ പകർത്തിയ ചിത്രങ്ങളാണ് ഗണേഷ് കുമാറിന് ഈ ഡെമോക്ലസിന്റെ വാളായി മാറിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ബിന്ദു മേനോന്റെ കമ്പനിക്ക് സർക്കാർ കരാർ വഴിവിട്ട് ലഭിച്ചതിന്റെ വാർത്തകൾ പുറത്തു വന്നിരുന്നു. വാർത്തകളുടെ പശ്ചാത്തലത്തിൽ കമ്പനിയുടെ കരാർ റദ്ദാക്കാൻ ഗണേഷ് കുമാർ നടത്തിയ നീക്കങ്ങളാണ് ചിത്രങ്ങളിൽ കാണിച്ച് പത്നി തടഞ്ഞത്. മന്ത്രി പത്നിയുടെ കമ്പനിയുടെ രഹസ്യങ്ങൾ ഗണേഷ് കുമാറിന്റെ ക്യാമ്പിൽ നിന്നാണ് ചോർന്നത് എന്നും ഭാര്യയ്ക്ക് ആക്ഷേപമുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള സഹകരണ സ്ഥാപനങ്ങളായ കേരാഫെഡിന്റെയും മിൽമയുടെയും ഉൽപ്പന്നങ്ങളുടെ വിദേശ വ്യാപാര കരാറാണ് വിജ്ഞാപനമോ താൽപര്യമോ പത്രമോ അടക്കം മത്സര പ്രക്രിയകളൊന്നുമില്ലാതെ മന്ത്രി പത്നിയുടെ കമ്പനിക്ക് നൽകിയത്. മന്ത്രി കെ ഗണേഷ് കുമാറിന്റെ ഭാര്യ ബിന്ദു മേനോൻ CEO ആയ മിഡ്നൈറ്റ് സൺ ഗ്ലോബൽ എന്ന കമ്പനിക്കാണ് വഴിവിട്ട കരാർ ലഭിച്ചത്. കേരാഫെഡ് വെളിച്ചെണ്ണ ദുബായിലും മിൽമയുടെ ഉൽപ്പന്നങ്ങൾ ന്യൂസിലാൻഡിലും ഓസ്ട്രേലിയയിലും വിൽക്കുന്നതിനാണ് ഇത്. മൊത്ത വ്യാപാര ഏജന്റിന് വെളിച്ചെണ്ണ വിൽക്കുന്നതിന് കരാറ് വിളിക്കേണ്ടതില്ല എന്നാണ് കേരാഫെഡിന്റെ വിശദീകരണം. എന്നാൽ മറ്റാരുമായും വിദേശത്ത് ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിന് കേരാഫെഡ് ഇത്തരത്തിൽ കരാറ് ഉണ്ടാക്കിയിട്ടില്ല. മത്സര പ്രക്രിയ ഇല്ലാതെ ഒരു കമ്പനിക്ക് ഇങ്ങനെ കരാർ നൽകുന്നത് ക്രമവിരുദ്ധമാണെന്നും ബന്ധപ്പെട്ട വകുപ്പുകളിൽ വിമർശനം ഉയർന്നിരുന്നു. മന്ത്രിയുടെ കുടുംബാംഗങ്ങൾ നടത്തുന്ന കമ്പനിയുമായി കരാർ ഉണ്ടാക്കിയതിലെ അനൌചിത്യത്തെക്കുറിച്ചുള്ള വിശദീകരണം ഇല്ല. 2025 ജനുവരി മാർച്ച് മാസങ്ങളിൽ 6 നവംബർ 20 ടൺ വെളിച്ചെണ്ണയാണ് ഈ ഇടപാടിൽ കയറ്റി അയച്ചത്. ഗണേഷ് കുമാറിന്റെ കുടപ്പനക്കുന്നിലെ വീടായ സിന്ദഗി KRA 144A എന്ന വിലാസത്തിലാണ് മിഡ്നൈറ്റ് സൺ ഗ്ലോബൽ കമ്പനി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. CEO ബിന്ദു മേനോൻ എന്ന വെബ്സൈറ്റിൽ കാണിച്ചിട്ടുമുണ്ട്. കരാർ വിളിച്ചതല്ലെന്നും കമ്പനി താൽപര്യപ്പെട്ടുവന്ന ചർച്ചയ്ക്കൊടുവിൽ ഒപ്പിടുകയായിരുന്നുവെന്നും മിൽമ ചെയർമാൻ KS മണി പറയുന്നു. മാസം ഏറ്റവും കുറഞ്ഞത് 20 ലക്ഷം രൂപയുടെ നെയ്യും 5 ലക്ഷം രൂപയുടെ പാൽ ഉൽപ്പന്നങ്ങളും എടുക്കണമെന്നാണ് കരാർ. കേരാഫെഡും ദുബായിലെ LG FMCG ട്രേഡ് LLC കമ്പനിയും മിഡ്നൈറ്റ് സൺ കമ്പനിയും തമ്മിലുള്ള കരാറിലാണ് വെളിച്ചെണ്ണ വ്യാപാരം. കേരാഫെഡിൽ നിന്നും വെളിച്ചെണ്ണ വാങ്ങി ദുബായിലെ കമ്പനിക്ക് നൽകുന്നത് മിഡ്നൈറ്റ് സൺ കമ്പനിയാണ്. 2024 നവംബർ 16 കരാർ ഒപ്പിട്ടത്. സബ്സിഡി നിരക്കിൽ വെളിച്ചെണ്ണ നൽകണമെന്നും കമ്പനി ആവശ്യപ്പെട്ടത് കരാർ സമയത്ത് കേരാഫെഡിൽ തർക്കങ്ങൾക്കിടയാക്കിയിരുന്നു. ഉന്നതതല സമ്മർദ്ദത്തിനൊടുവിൽ സാധാരണ മൊത്ത വ്യാപാരികൾക്ക് നൽകുന്ന വിലയിൽ 15% കമ്മീഷൻ കൂടി എടുക്കാമെന്ന് കേരാഫെഡ് നിർദ്ദേശം വെച്ചു. അങ്ങനെയാണ് കരാർ ആയത്. മന്ത്രി ഗണേഷ് കുമാറിന്റെ ഭാര്യ ബിന്ദു മേനോന്റെ കമ്പനിയായ മിഡ്നൈറ്റ് സൺ സർക്കാർ ഗ്ലോബലിന് കിട്ടി തുടങ്ങിയത് 2023 ഗണേഷ് കുമാർ മന്ത്രി പദത്തിലെത്തിയ ശേഷമാണ് എന്ന് GST രേഖകൾ വ്യക്തമാക്കുന്നു. 2019 കമ്പനി തുടങ്ങിയെങ്കിലും 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് സത്യവാങ്മൂലത്തിൽ ഈ കമ്പനിയുടെ വിവരം ഗണേഷ് കുമാർ മറച്ചുവെച്ചതായും ആരോപണമുണ്ട്. 2025 ജനുവരിയിൽ കേരാഫെഡിൽ നിന്ന് 13.92 ലക്ഷം രൂപയുടെ വെളിച്ചെണ്ണയാണ് ബിന്ദു മേനോന്റെ കമ്പനി വാങ്ങിയത്. ജനുവരി മുതൽ മാർച്ച് വരെയുള്ള കാലയളവിൽ മിൽമയുമായി 43.98 ലക്ഷം രൂപയുടെ ഇടപാടുകൾ നടത്തി. വാളകത്തെ വീട്ടിലെ ചിത്രം എടുത്തതോടുകൂടി ബിന്ദുവിന്റെ പേരിലുള്ള കരാറ് ഇല്ലാതാക്കാൻ ഗണേഷ് കുമാർ ശ്രമം തുടങ്ങിയതായി പറയപ്പെടുന്നു. കമ്പനി തനിക്ക് വേണ്ടപ്പെട്ട മറ്റൊരാളുടെയെങ്കിലും പേരിലേക്ക് മാറ്റാൻ കഴിയുമോ എന്നും ഗണേഷ് അന്വേഷിച്ചിരുന്നതായി കേൾക്കുന്നു. ഒന്നും നടന്നില്ലെങ്കിൽ കരാർ റദ്ദാക്കാനായിരുന്നു നീക്കം. അപ്പോഴാണ് ചിത്രം വില്ലനായത്. കരാർ ഇല്ലാതാക്കാൻ ശ്രമിച്ചാൽ ചിത്രങ്ങൾ പുറത്തുവിടുമെന്നാണ് ഭീഷണി. മന്ത്രി ഗണേഷ് കുമാറിനെ വാളകത്തെ വീട്ടിൽ മോശം സാഹചര്യത്തിൽ കണ്ടെന്നാണ് ഭാര്യ ബിന്ദു മേനോൻ പറഞ്ഞത്. ഗണേഷ് കുമാറിനെ കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ കണ്ടുവെന്നും ഇതിന്റെ തെളിവുകൾ തന്റെ കൈവശം ഉണ്ടെന്നും അവർ പറയുന്നു. ഗണേഷിന്റെ സഹായികൾ തടഞ്ഞുവെച്ച മൊബൈൽ കൈക്കലാക്കാൻ ശ്രമിച്ചുവെന്നും പോലീസ് സംഭവസ്ഥലത്ത് എത്തിയെങ്കിലും ഇടപെടാതെ പിൻവാങ്ങുകയായിരുന്നുവെന്നും ബിന്ദു മേനോൻ ആരോപിച്ചു. മാധ്യമങ്ങളുടെ മുന്നിൽ തനിക്ക് എതിരെ ഗണേഷ് കുമാർ പറഞ്ഞതുകൊണ്ട് എല്ലാം തുറന്നു പറയുന്നത്. 2014 വിവാഹം കഴിഞ്ഞതു മുതൽ ഗണേഷുമായി പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു എന്നും ഇനി മുമ്പും പല സ്ത്രീകളുടെയും പേരുകൾ ഗണേഷ് കുമാർ തർക്കങ്ങൾ ഉണ്ടാക്കാറുണ്ട് എന്നും പിന്നീട് അത് ആരെയൊക്കെ വിളിക്കുന്നുവെന്ന് അറിയാൻ എൻ്റെ ഫോൺ അടക്കം ട്രാക്ക് ചെയ്തുവെന്നും എനിക്ക് പലരുമായി ബന്ധമുണ്ടെന്നും പറഞ്ഞ് കൺട്രോൾ ചെയ്തെന്നും പലരുടെയും കൂടെ അമേരിക്കയ്ക്ക് പോയി ദുബായിക്ക് പോയി ഇങ്ങനെ പലതും എനിക്കെതിരെ പറയുന്നു. എനിക്ക് സംശയ രോഗമാണ് എന്ന് എൻ്റെ വീട്ടുകാരോടും എല്ലാവരോടും പറയുമെന്നും ബിന്ദു പറയുന്നു. മന്ത്രിക്ക് പലരുമായും ബന്ധമുണ്ട് എന്ന് അറിയാമായിരുന്നു. ശനിയാഴ്ച ഞാൻ ആരോടും പറയാതെ വാളകത്തെ വീട്ടിൽ പോയി. വാതിൽ തുറന്ന് ശാന്തൻ എന്ന ഡ്രൈവറെ
കണ്ടു. ഞാൻ ബെഡ്റൂമിൽ പോയി കണ്ടത് വളരെ മോശം സാഹചര്യമായിരുന്നു. ഞാൻ ഫോട്ടോ എടുക്കാൻ പോയപ്പോൾ ശാന്തൻ തന്നെ തടയാൻ ശ്രമിച്ചു. എല്ലാത്തരം ചിത്രങ്ങൾ എന്റെ കയ്യിലുണ്ട് എന്നും തെളിവുകളുണ്ട് എന്നും അവർ പറയുന്നു. മന്ത്രിയെയും മന്ത്രിയുടെ കൂടെ ഉണ്ടായിരുന്ന ആളെയോ ഒന്നും ചെയ്തില്ല. എന്നാൽ ഞാൻ ഫോട്ടോ എടുക്കാൻ ചെന്നപ്പോൾ മന്ത്രി ശാന്തൻ അവരെ പിടിക്ക്, അവരുടെ ഫോൺ മാറ്റ് എന്നൊക്കെ പറഞ്ഞ് നിലവിളിച്ചു. ശാന്തൻ ഫോൺ തട്ടിയെടുക്കാൻ ശ്രമിച്ചു. പക്ഷെ ഞാൻ സമ്മതിച്ചില്ല. ഞാൻ ഉടനെ ലേഖ ചേച്ചിയെ, അതായത് രേഖയെ വിളിച്ചു. ഉടനെ തന്നെ 112ലേക്ക് വിളിക്കാൻ പറഞ്ഞു. ഓടി പുറത്തേക്ക് ഇറങ്ങാൻ ശ്രമിക്കുന്നതിനിടയിൽ പ്രദീപ് എന്ന ആള് എന്നെ വാതിൽ തുറക്കാൻ സമ്മതിച്ചില്ല. പോലീസ് വരുന്നതിന് മുൻപ് ഒപ്പമുണ്ടായിരുന്ന സ്ത്രീയെ ശാന്തൻ കാറിൽ കയറ്റി. ഗണേഷ് കുമാർ അകത്ത് കയറി വാതിൽ അടച്ചു. ഇതാണ് ഉണ്ടായത്. പോലീസ് വന്നിട്ട് എന്നോട് യാമിനി തങ്കച്ചിയാണോ എന്നാണ് ചോദിച്ചത്. അങ്ങനെ തുടരുകയാണ് സംഭവവികാസങ്ങൾ. എന്തായാലും മന്ത്രിയുടെ വേറൊരു സ്റ്റാഫായ മനോജ് വന്ന് പറഞ്ഞു, ചേച്ചി ഒന്നും ചെയ്യല്ലേ, ഞാനൊന്നും ചെയ്യില്ലല്ലോ എന്ന് പറഞ്ഞു. സാറിന് ഒരു തെറ്റ് പറ്റിപ്പോയി, ക്ഷമിക്കുക. അത് കഴിഞ്ഞ് എൻ്റെ കാലിൽ മനോജ് വീണ് അപേക്ഷിച്ചു. എനിക്ക് ഈ ഡോക്യുമെന്റ്സ് എടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ മനോജ് പറഞ്ഞു മന്ത്രിയുടെ വീട്ടിൽ പോലീസ് കയറാൻ പറ്റില്ല എന്ന്. പിന്നെ പോലീസ് പറഞ്ഞതനുസരിച്ച് ഞാൻ തന്നെ എൻ്റെ സാധനങ്ങൾ എടുക്കാൻ പോയി. ഇതിനിടെ മനോജ് എന്നെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഞാൻ പെട്ടിയെടുത്ത് പുറത്തേക്ക് പോകാൻ നേരം പ്രദീപ് എന്നയാൾ വാതിലടച്ചു. പുറത്ത് പിങ്ക് പോലീസ് നിൽക്കുമ്പോൾ പ്രദീപ് എൻ്റെ കയ്യിൽ പിടിച്ച് വലിക്കുകയാണ്. പിന്നെ വാതിൽ തുറന്ന് നോക്കുമ്പോൾ പോലീസ് ഇല്ല. പിന്നെ ഞാനൊരു ടാക്സി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കാറിൽ പെട്ടി വെച്ച് കയറുകയാണ് ഉണ്ടായത്. BJP കൗൺസിലറായ R. ശ്രീലേഖ തന്റെ ബന്ധുവാണെന്നും അവരുടെ നിർദ്ദേശപ്രകാരമാണ് പോലീസ് സഹായം തേടിയതെന്നും ഭാര്യ ബിന്ദു മേനോൻ പറയുന്നു. തനിക്കുണ്ടായ അനുഭവത്തിൽ നിയമപരമായി മുന്നോട്ടു പോകാൻ താല്പര്യമില്ലെന്നും ബിന്ദു മേനോൻ പിറ്റേ ദിവസം പറഞ്ഞു. ഇക്കാര്യം ഞാൻ മുഖ്യമന്ത്രിയുടെ മകളെയും വിളിച്ചു പറഞ്ഞിരുന്നുവെന്നും ബിന്ദു മേനോൻ പറയുകയാണ്. വിഷയത്തിൽ പ്രതികരിക്കേണ്ട എന്നാണ് ആദ്യം കരുതിയതെന്നും മാധ്യമങ്ങളിൽ മുന്നിൽ തനിക്ക് എതിരെ പറഞ്ഞുകൊണ്ട് മാത്രമാണ് താൻ ഇത് തുറന്നടിക്കുന്നതെന്നും അവർ വ്യക്തമാക്കി. ബിന്ദുവിന് പണി കൊടുക്കാൻ തയ്യാറായിരിക്കുകയാണ് ഗണേഷ് ക്യാമ്പ് എന്നാണ് വർത്തമാനം. കാരണം പുതിയ സംഭവവികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ മന്ത്രി KV ഗണേഷ് കുമാർ പ്രസിഡന്റായ NSS താലൂക്ക് യൂണിയൻ വരെ പിരിച്ചുവിട്ടു. യൂണിയനിലെ 10 അംഗങ്ങൾ രാജിവെച്ചു. ഗണേഷിന്റെ ഏകാധിപത്യ നടപടിയിൽ പ്രതിഷേധിച്ചാണ് രാജി. മന്ത്രി KV ഗണേഷ് കുമാറിന് അപ്രതീക്ഷിത തിരിച്ചടിയാണ് ഉണ്ടായത്. ഇതിനു പിന്നാലെ രജിസ്ട്രാർ ഭരണസമിതി പിരിച്ചുവിടുകയായിരുന്നു. NSSന്റെ പത്തനാപുരം താലൂക്ക് യൂണിയൻ പ്രസിഡന്റാണ് ഗണേഷ് കുമാർ. ഗണേഷിന്റെ നടപടികൾ നേരത്തെ തന്നെ യൂണിയനിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. താലൂക്ക് യൂണിയനിൽ 19 അംഗ ഭരണസമിതിയാണ് ഉള്ളത്. ഇതിൽ 10 പേർ രാജിവെച്ചു. പ്രസിഡന്റിന്റെയും ഏകാധിപത്യ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് രാജിവെച്ചത്. ഇതിനു പിന്നാലെ രജിസ്ട്രാറാണ് ഭരണസമിതി പിരിച്ചുവിട്ടത്. പത്മ കഫേ നിർമ്മാണത്തിലടക്കം ഭരണസമിതി അംഗങ്ങൾ ഗണേഷ് കുമാറിനെതിരെ ആരോപണം ഉന്നയിച്ചിരുന്നു. ഗണേഷിന് ഏകാധിപത്യം എന്നായിരുന്നു അംഗങ്ങളുടെ വിമർശനം. എന്നാൽ താലൂക്ക് യൂണിയനിൽ യാതൊരു പ്രശ്നവും ഇല്ലെന്നായിരുന്നു ഗണേഷ് കുമാറിന്റെ പ്രതികരണം.